സംസ്ഥാനത്തെ LDFനും UDFനും ഒരുപോലെ ചോദ്യങ്ങളുടെ കാലം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ പണി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ്. മറുവശത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനാണെങ്കിൽ പല വിഷയങ്ങളിലും തൊട്ട് കൈപൊള്ളിയിരിക്കുന്ന അവസ്ഥ. എന്ത് ചർച്ച ചെയ്യാനാണ്? പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇടതുമുന്നണിയിൽ ബന്ധങ്ങൾ ഉലയുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPക്ക് നൽകില്ലെന്ന് തീർത്തു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ എന്ത് ചർച്ചയാണ് വേണ്ടതെന്ന് ചോദിച്ച് CPIയെ പിണറായി വിജയൻ കടന്നാക്രമിച്ചു. ഇതോടെ ഈ പ്രശ്നത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. ഉപനേതൃസ്ഥാനം കിട്ടിയേ തീരുവെന്ന് വ്യാഴാഴ്ച വ്യക്തമാക്കിയ CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കുള്ള മറുപടി കൂടിയാണ് പിണറായി വിജയൻ നൽകിയത്. ഡൽഹിയിൽ CPI നേതൃയോഗങ്ങൾ നടക്കുമ്പോഴാണ് LDFിലെ അവരുടെ പ്രധാന ആവശ്യം തള്ളുകയും അതിനായുള്ള സമ്മർദ്ദത്തോടുള്ള അമർഷം പിണറായി പ്രകടിപ്പിക്കുകയും ചെയ്തത്. CPMനുണ്ടായ തിരിച്ചടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ നീക്കമാണിതെന്ന പാർട്ടിക്കുള്ളിലെ അമർഷമാണ് പിണറായിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. CPI നേതൃയോഗങ്ങളിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കി തടഞ്ഞ ചർച്ചയും പിണറായിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്നവരുണ്ട്. അതേസമയം ഐക്യത്തിനാണ് താല്പര്യമെന്നും തർക്കത്തിനില്ലെന്നും ഡൽഹിയിൽ പറഞ്ഞ ബിനോയ് വിശ്വം LDF യോഗം വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ഘടകകക്ഷികളെ കൂട്ടി തങ്ങളുടെ ആവശ്യം തള്ളാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത്? ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ച ചെയ്യാനാണ്? കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? LDF യോഗം ചേരാൻ കഴിയാത്ത പ്രതിസന്ധിയില്ല. യോഗം അതിൻ്റെ വഴിക്ക് ചേരുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇല്ലാത്ത പ്രശ്നത്തിൽ എന്ത് ചർച്ചയെന്ന് പിണറായി ചോദിച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ തമ്മിലടി ഉറപ്പായി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള CPI-CPM തർക്കം അടുത്തങ്ങും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. വിഷയത്തിൽ വാശിയില്ലെന്നും ചർച്ചയ്ക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അത് കഴിഞ്ഞ കാര്യമാണെന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. മുൻപും അത് തന്നെയാണ് പറഞ്ഞത്, ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത്? കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്നാണ് പിണറായിക്ക് ചോദിക്കാനുള്ളത്. അതേസമയം ചർച്ചകൾക്കായി CPIയുടെ വാതിൽ എല്ലാ കാലത്തും തുറന്നു വച്ചിരിക്കുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എന്നാൽ വിഷയം സംസാരിച്ച് പരിഹരിക്കുന്നതിന് പകരം മറ്റ് ഘടകകക്ഷികളെ ചേർത്ത് LDFനകത്ത് ഒരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDF രീതിയല്ല. LDFിൽ CPI ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI-CPM ബന്ധം ഏറ്റവും ഊഷ്മളമാക്കാനാണ് എന്നും CPI ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തർക്കമോ വലിയ സംഘർഷമോ ഉണ്ടാക്കാൻ പാർട്ടിക്ക് താല്പര്യമില്ല. പക്ഷെ കൃത്യമായ നിലപാടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. VD സതീശന്റെ 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാല ഇടത് സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച 300 കോടിയുടെ പദ്ധതി ഒപ്പിട്ടത് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. ടാറ്റ ഗ്രൂപ്പിന്റെ കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന് സംസ്ഥാന സർക്കാർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ച നിക്ഷേപം. ടാറ്റയുടെ സബ്സിഡിയറി കമ്പനിയായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊച്ചിയിൽ ചെറുകപ്പലുകളുടെ നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്കായുള്ള യൂണിറ്റ് തുടങ്ങാൻ ഇൻവെസ്റ്റ് കേരളയിൽ താൽപ്പര്യപത്രം ഒപ്പിട്ടിരുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ ഈ വർഷം ഫെബ്രുവരി 12-നും ആർട്സ് ആൻഡ് ഗ്രൂപ്പ് ഒപ്പിട്ടു. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് പദ്ധതി വരുന്നത്. ബ്ലൂംബർഗ് അഭിമുഖത്തിൽ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മിഷൻ സമുദ്രയുടെ ആകെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപ സാധ്യതയെന്നാണ് സർക്കാർ വിശദീകരണം. ഇതിന്റെ ഭാഗമായാണ് ടാറ്റയുടെ ഭാഗമായ സബ്സിഡിയറി കമ്പനിയുടെ നിക്ഷേപ പദ്ധതിക്ക് സൗകര്യമൊരുക്കിയതെന്നും സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്തെ ധാരണയായതാണ് ഈ പദ്ധതി. 2025-ലെ ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ പദ്ധതിയുടെ താൽപ്പര്യപത്രം ഒപ്പിട്ടിരുന്നു. തുടർന്ന് മലബാർ സിമന്റ്സുമായുള്ള സംയുക്ത സംരംഭ കരാറിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പിട്ടു. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ മലബാർ സിമന്റ്സിന്റെ കൈവശമുള്ള 7 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി വരുന്നത്.
100 ടണ്ണിൽ താഴെയുള്ള ചെറിയ കപ്പലുകളുടെയും ബോട്ടുകളുടെയും നിർമ്മാണ യൂണിറ്റും അറ്റകുറ്റപ്പണികൾക്കായുള്ള കേന്ദ്രവുമാണ് തുടങ്ങുന്നത്. കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ നിന്നും മലബാർ സിമന്റ്സ് വർഷങ്ങൾക്ക് മുൻപ് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് പദ്ധതി വരുന്നത്. 300 കോടിയാണ് നിക്ഷേപം. മിഷൻ സമുദ്രയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഷിപ്പ് ബിൽഡിംഗ് ഇക്കോസിസ്റ്റം രൂപീകരിക്കാനുള്ള ആദ്യപടിയായാണ് പദ്ധതിയെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ധാരണയായ പദ്ധതിയെ UDFന്റെ മിഷൻ സമുദ്രയുടെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്നതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് LDF നീക്കം. ടാറ്റ പദ്ധതി 300 കോടിയുടെ മാത്രം നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് കേരളയിൽ ഒപ്പിട്ടു. മലബാർ സിമന്റ്സുമായി സഹകരിച്ച് ഈ വർഷം ഫെബ്രുവരിയിൽ സംയുക്ത കരാറിൽ ഒപ്പിട്ടതാണെന്നും ഇടത് സർക്കാരിന്റെ പദ്ധതിയെ മിഷൻ സമുദ്രയുടെ ഭാഗമാക്കിയുമെന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പദ്ധതിയില്ലെന്ന് മുഖ്യമന്ത്രിയെ തള്ളി ടാറ്റ ഗ്രൂപ്പ്. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും 10,000 കോടിയുടെ നിക്ഷേപത്തിന് പദ്ധതിയില്ലെന്നും സർക്കാരിനോട് താൽപ്പര്യം അറിയിച്ചിട്ടില്ലെന്നും ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പദ്ധതിയെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ ഭാഗമായി നടന്ന മാരിടൈം കോൺക്ലേവിലായിരുന്നു വമ്പൻ വികസന പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനം. പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേട്ട് അത്ഭുതം തോന്നിയെന്ന മട്ടിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതികരണം വരുന്നത്. ഇത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ല. കപ്പൽ നിർമ്മാണശാല എന്ന പദ്ധതി ടാറ്റ ഗ്രൂപ്പിനില്ല. കേരളത്തിലെന്നല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയും 10,000 കോടിയുടെ നിക്ഷേപത്തിന് ആലോചിച്ചിട്ടില്ലെന്നുമാണ് പ്രതികരണം. മുഖ്യമന്ത്രി ആധികാരികമായി നടത്തിയ വികസന പ്രഖ്യാപനം അടിസ്ഥാനരഹിതമെന്ന ചർച്ചയാണ് ഈ പ്രതികരണത്തോടെ ശക്തമായിരിക്കുന്നത്.